ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് കുറെ ആയില്ല അംജുക Q&A ചെയ്യാന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരുമിച്ച് ചെയ്തിട്ട്. കാരണം അംജുകാവിനെ ഇപ്പൊ കിട്ടാനേ ഇല്ല എന്ന് പറയാൻ കാരണം സാധാരണ എപ്പോഴും ആള് നൈറ്റ് ഷിഫ്റ്റ് ആണ് എടുക്കാറ്. ചോദിച്ചു വാങ്ങി നൈറ്റ് ഷിഫ്റ്റ് എടുക്കാറ്. അപ്പൊ രാത്രി 8 മണി പോയിട്ട് രാവിലെ 8 മണിക്ക് എത്തും. പക്ഷെ ഞങ്ങൾക്കൊരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞ സാധനമല്ല, ഫുൾ ടൈം ഉറക്കം. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുവാണല്ലോ, അപ്പോൾ ഫുൾ ടൈം ഉറക്കമായിരിക്കും. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് ഒന്ന് ഫുഡ് കഴിച്ച് വീണ്ടും കിടന്ന് അങ്ങനെയാണുള്ളത്. ഇപ്പൊ ഞാൻ ഇതിപ്പോ നോമ്പിന്റെ സമയത്തല്ല കേട്ടോ പറയുന്നത്, ഞാൻ പൊതുവേ ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്. നോമ്പ് ഇപ്പൊ ആള് ഡേ ഷിഫ്റ്റ് ആണ്. അപ്പൊ ഡേ ആയി കഴിഞ്ഞാൽ രാവിലെ 8 മണി പോയി നൈറ്റ് 8 മണിക്കാണ്. പക്ഷെ ഞങ്ങൾക്ക് ലൈഫ് ഉണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നു, മൂവീസ് കാണുന്നു, കാർഡ്സ് കളിക്കുന്നു, വിശേഷം പറയുന്നു, രാത്രി കിടക്കുന്നു, രാവിലെ എഴുന്നേറ്റ് ഒരു ഇതാണ് ഏറ്റവും ബെസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് പോവും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് തുടങ്ങാം. CV ഡ്രീംസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അംജുക്കയിൽ അസ്ലക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ക്യാരക്ടർ, അതുപോലെ അസ്ലയിൽ അംജുക്കാക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ക്യാരക്ടർ. ഓക്കെ, ഞാൻ ആദ്യം പറയട്ടെ. എനിക്ക് ഇഷ്ടമുള്ളതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അംജുക്കാനെ ഏറ്റവും അഡ്മയർ ചെയ്യണം. ഞാൻ ഈ കൈ ഒരിക്കലും വിടൂല്ല എന്നുള്ളൊരു സാധനം എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനുണ്ടല്ലോ ബാക്കിയുള്ളവരോട് അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ നിങ്ങളോടായിക്കോട്ടെ, എനിക്ക് ഒരു കാര്യം പറയണമെങ്കിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ തരേണ്ടി വരും. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെയാണ്. എന്നാൽ പോലും ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. മനസ്സിലായോ? ബാക്കി ആരുടെ ചുറ്റിനും എടുത്തോട്ടെ, ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടും കാര്യമില്ല. ചിലപ്പോൾ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോലും ജഡ്ജ്മെൻറ്റിലായിരിക്കും, പലവരും ജഡ്ജ്മെൻറ്റിലായിരിക്കും. ഇത് അഭിനയമാണ്, ഇത് ഫേക്ക്, ഇതാണ് എൻ്റെ ഇമോഷൻസ് എന്ത് കാണിച്ചാലും ഇതാണ്. ഞാനത് പഠിച്ചൊരു പാഠമാണ്. അനാവശ്യം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി, ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സങ്കടമാണെങ്കിൽ സങ്കടം, സന്തോഷമാണെങ്കിൽ സന്തോഷം കാണിക്കുന്ന ആളാണ്. പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരച്ചിൽ ബാക്കിയുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. അത് വെറുതെ വേസ്റ്റാണ്. കാരണം കാണിക്കേണ്ടവരെ മാത്രം കാണിക്കുക, എൻ്റെ ഫീലിങ്സ് ആണെങ്കിലും കാണിക്കേണ്ടവരെ മാത്രം കാണിക്കുക എന്നുള്ളൊരു സാധനമാണ് ധരിക്കുന്നത്. പക്ഷേ എൻ്റെ അംജുക്കാടെ അടുത്ത് എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം, അംജുക്ക അതാണ്, അംജുക്ക അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെ ഉള്ളൊരു സാധനമേ എനിക്ക് വന്നിട്ടില്ല. അവന് എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അവനക്ക് മനസ്സിലാവും ഇതാണ്. അപ്പോൾ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സാരില്ല പോട്ടെ, എനിക്ക് മനസ്സിലാവും, എന്നെ കൊണ്ട് ഇതാക്കില്ല, എന്നെ മനസ്സിലാവും. അങ്ങനത്തെ ഒരാളെ എനിക്ക് എന്താ ഇഷ്ടമുള്ള ക്യാരക്ടറല്ല. ഞാൻ ഇവനെ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നെ ഒരിക്കലും എനിക്ക് ഇവനെ വിട്ടുപോകാൻ പറ്റാത്തൊരു ഇതാണ്. എന്താ പറയുക, ഇപ്പം ഞാൻ കരഞ്ഞു കഴിഞ്ഞാലും അവൻ എന്നോട് മോളെ കരയില്ലേ എന്നല്ല പറയാറ്. കരയണമെങ്കിൽ കരഞ്ഞ് തീർക്കട്ടെ. എനിക്ക് ആ ഒരു കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്തവും, അതൊരു വേറെ കാര്യം. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് കരച്ചിൽ നിർത്താമെന്ന് പറയത്തില്ല. പക്ഷെ എൻ്റെ കരച്ചിൽ ഞാൻ ഒന്നായി കഴിഞ്ഞാൽ അവൻ്റെ ഇത് കാണാം. അവനെ പ്രാന്ത് പിടിപ്പിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ഒരു സാധനത്തിനേ പറ്റുള്ളൂ. ഫുൾ ഇതാവും അവൻ്റെ സാധനം. അവൻ്റെ ആകെ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ കണ്ടേക്കുന്നത്, എനിക്ക് എന്തെങ്കിലും വിഷമം പറ്റി കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും സങ്കടം പറ്റി കഴിഞ്ഞാലും അവന് പിടിച്ചാൽ കിട്ടത്തില്ല. അതിപ്പോൾ ആരാണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവൻ പൊട്ടിത്തെറിക്കും. അപ്പം എന്നോട് ചോദിച്ചില്ലേ ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ എന്തെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ഇഷ്ടമുള്ളതാണോ ഇഷ്ടമില്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടുമാണ്. എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമില്ലാത്തതാണ് അവൻ്റെ ദേഷ്യം. പക്ഷേ ഇപ്പോൾ അവനക്ക് ആ ദേഷ്യമില്ല. ഞാൻ പറയാം, ഈ പുതിയ കൊല്ലം തുടങ്ങിയതിന് ശേഷം സത്യമായിട്ടും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കും എന്നോട് ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല ഇതുപോലും. പക്ഷെ അതിന് മുമ്പൊക്കെ ആകുമ്പം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ദേഷ്യപ്പെടുന്നത് എനിക്ക് നല്ലതാണ്. പല സിറ്റുവേഷൻസിലും എന്നെ ബാക്ക് ടു ലൈഫ് കൊടുത്തേക്കുന്നത് ദേഷ്യമാണ്. എന്റെ ചിന്ത സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്നെ ദേഷ്യം പറയണം, എന്നാൽ മാത്രമേ എനിക്ക് സ്റ്റോപ്പ് ആവുള്ളൂ. അതിപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിലും അങ്ങനെയായിരുന്നു, സെയിം ആണ് അംജുക്ക. അല്ലാണ്ട് എന്നോട് ഇങ്ങനെ അതെന്താ ഇങ്ങനെ അതിനും ശരിയാവില്ല, എന്നോട് ചീത്ത പറയേണ്ട സ്ഥലത്ത് ചീത്ത പറയണം. അത് അംജുക്കാക്ക് ഇതാണ്. അത് എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ടോക്സിസിറ്റി അല്ല. ഞാൻ പറയട്ടെ, എൻ്റെ ഉമ്മ എന്നെ ചീത്ത പറയും ആവശ്യമുള്ളതിനും മാത്രം. അംജുക്ക കുറച്ച് എക്സ്ട്രീമാണ്. ദേഷ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാവും അംജുക്കാട് ദേഷ്യം കാണുമ്പോൾ. പക്ഷേ വായ കൊണ്ട് മാത്രമേ ഉള്ളൂ. അത് അപ്പം തന്നെ എന്നെ വന്ന് ഹഗ് ചെയ്യുകയും ചെയ്യും. കാരണം എനിക്ക് മനസ്സിലാവും കാര്യം. ഓക്കെ, അപ്പോൾ എനിക്ക് വെളിവ് വരാം, ശരിയാണല്ലോ എന്നുള്ളൊരു വെളിവ് എനിക്കപ്പോൾ വരും. അങ്ങനെ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ക്യാരക്ടറും ഇഷ്ടമില്ലാത്ത ക്യാരക്ടറും. സിംപ്ലിസിറ്റി, ഹൗ സിമ്പിൾ യു ആർ ഇൻ എവറി സിറ്റുവേഷൻസ് ഓഫ് മൈ ലൈഫ്.
അതാണ് മെയിൻ കാര്യം. ഏതൊരു സർക്കംസ്റ്റാൻസസിലും എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം, എന്നെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഈച്ച് അതർ, ഷീ ഈസ് ദ ബെസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണർ ഇൻ മൈ ലൈഫ്. കാരണം ഏത് രീതിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, നല്ല കുട്ടിയാണ്. അത് ശരിയാ. അംജുക്ക പറയണേനൊക്കെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കും, ശരിയാണല്ലോ പറയണത്. ഇവൻ എനിക്ക് എന്ത് പറഞ്ഞു തന്നിട്ടുള്ളതും അതെനിക്ക് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ ഒക്കെ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഒരു സമയത്ത് സെക്സ് എഡ്യൂക്കേഷൻ നിർത്തിയതാണ്. ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ നിർത്തി. എപ്പോഴും എന്നോട് പറയായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ ഒട്ടിടെ പറയുന്നു സെക്സ് എഡ്യൂക്കേഷൻ എടുക്കായിരുന്നു. ഞാൻ മെയിനായിട്ട് നിർത്താൻ ഒരുപാട് റീസൺസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു എൻ്റെ ഫാമിലി ലൈഫിന്. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഒരുപാട് പഠിച്ചിട്ട് ഞാൻ ഈ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യണത്. പക്ഷെ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും അത് അംഗീകരിക്കാതെ. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, അയ്യോ അവൻ്റെ ഫാമിലിക്ക് നാണക്കേടാണോ എന്താണോ. കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ പലരും ഇന്നെ ഇൻസ്റ്റാഗ്രാം മെൻഷൻ ചെയ്യുന്നവരുണ്ട്. ചിലവർ ഈ വൃത്തികെട്ട പേജിലൊക്കെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ചിലവർ മീംസൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ അംജുക്ക ലാസ്റ്റ് എന്താ പറയുക, ഇപ്പം ഞാൻ യൂട്യൂബ് നിർത്താം എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അംജുക്കയാണ് പറഞ്ഞത് നിർത്തിയത്. അന്ന് തന്നെ കണ്ണോട്ടണം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനു മോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൽ വന്നു. മോൾക്ക് മോളുടേതായിട്ടുള്ളൊരു ഏറ്റവും വലിയ പവർഫുൾ ടാലൻറ്റ് കയ്യിലിരിക്കുന്നത് ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമുക്കൊരാളെ പഠിപ്പിക്കുക. അത് മോൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ മോളുടെ ചാനലുണ്ട്. അതാണ് വന്ന വഴി ഒരിക്കലും മറക്കരുത്. ഞാനും വരാം മോൾക്ക് സപ്പോർട്ടായിട്ട്. ഫസ്റ്റ് സപ്പോർട്ട് ഞാനും വരും. പിന്നെ എന്താ പ്രശ്നം, അവൻ്റെ വീട്ടുകാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അംജുക്കാട് മമ്മി ഇങ്ങോട്ട് പറഞ്ഞു, മോളെ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ വീണു. അതാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കും. അതാണ് നമ്മുടെ കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ എന്നെ ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ പറ. ഇഷ്ടമല്ലാത്ത എന്താ, ഇഷ്ടമല്ലാത്ത സമയത്ത് ഫുഡ് കഴിക്കത്തില്ല, വിളിച്ച് കള്ളം പറയും ഞാൻ കഴിച്ചെന്ന്. എനിക്കതൊന്നും ഇഷ്ടമല്ല. കണ്ടുപിടിക്കുകയും ചെയ്യും. അയ്യോ ഇതിനൊക്കെ ആയിട്ട് എന്നെ ചീത്ത പറയാ. അത് മാത്രമാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് നോണ പറയും ചില സമയത്ത്. അംജുക്കുള്ളപ്പോ ഞാൻ കഴിക്കും. എനിക്ക് ഒറ്റക്ക് വീട്ടിലിരിക്കുമ്പോഴേ എനിക്ക് കഴിക്കാം. ഇപ്പൊ പിന്നെ നോമ്പായോണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലാണ്ടുള്ള സമയത്ത് ഭയങ്കര ഈ ഫുഡൊക്കെ ഭയങ്കര മടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ യൂസർ ആണ്. നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ രണ്ടുപേരും ഇനി നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ലേ? അംജുക്കാക്ക് വെക്കേഷൻ ലീവ് ഒക്കെ കിട്ടില്ലേ? ഉപ്പാനെയും ഉമ്മാനെയും പപ്പാനെയും മമ്മിയും ഒക്കെ മിസ് ചെയ്യുന്നില്ലേ? നമ്മുടെ നാട് മിസ് ചെയ്യുന്നുണ്ടോ അതോ അവിടെയാണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചുള്ള നിങ്ങളുടെ വ്ളോഗ്സ് ഒക്കെ കാണാനാണ് ആഗ്രഹം. അത്തായും ഉമ്മയും പപ്പായും മമ്മിയും എല്ലാവരെയും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നാടും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ്. പിന്നെ ബേസിക്കലി നമ്മുടെ സർവൈവൽ, പിന്നെ നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ ഞങ്ങൾ വന്നതാണ് ഇവിടെ UK ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ആനുവൽ ലീവിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നാട്ടിൽ വരുന്നുണ്ട്. എപ്പോഴാന്ന് അറിയില്ല, ജൂൺ ജൂലൈയിലൊക്കെ ആവും നമുക്ക് ആനുവൽ ലീവ്. അറിയില്ല കറക്റ്റ് എപ്പോഴാന്ന് അറിയില്ല. നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എപ്പോഴാണ് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സാങ്ഷൻ കിട്ടണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും പറയും, ഉപ്പാനെയാണെങ്കിലും ഉമ്മാനെയാണെങ്കിലും പപ്പാനെയും മമ്മീനെയും. പിന്നെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പറയും നമ്മുടെ നാട്ടിൽ വന്ന് എന്താ ബുള്ളറ്റിലൊക്കെ ഞങ്ങൾ ഇപ്പോൾ നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ അന്ന് ബുള്ളറ്റിലിരുന്ന് ഇങ്ങനെ റൈഡൊക്കെ പോവായിരുന്നു. അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. തട്ടുകടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുക, അതൊക്കെയാണ് ശരിക്കും മിസ് ചെയ്യണത്. ഒരു ബീച്ച് പോ ചായ കുടിക്കാൻ ഇറങ്ങുക, ഇതൊക്കെ ശരിക്കും ഞങ്ങൾ നാട്ടിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ ആകെ കുറച്ച് ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചേ ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. ഒരുപാട് ഉണ്ടായിരുന്നു നാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ. അത് അപ്പൊ ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. എല്ലാം മിസ് ചെയ്യുന്നു. പിന്നെ നാടാണ് ഇവിടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഇഷ്ടം കൂടുതൽ. അതെനിക്ക് നാട് ഇഷ്ടമല്ല എന്നല്ല അർത്ഥം വരുന്നത്. എനിക്കിവിടെ സമാധാനമുണ്ട്. എനിക്കിവിടെ എനിക്ക് സമാധാനമുണ്ട്. അത് പല രീതിക്കായിട്ട് എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആണ്. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ഒരു ലോകം ഇങ്ങനെ കെട്ടിപ്പണിഞ്ഞോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ലോകം ബിൽഡ് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒരുമിച്ച് അപ്പൊ ഞങ്ങളെ സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഫാമിലി കൊണ്ടുപോകേണ്ട അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ് ഇപ്പോൾ നമ്മളെന്ന് പറയുന്നത്. ഇപ്പോഴാണ് ശരിക്കും ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും സൂപ്പറാണ്.
അസ്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയ സൈബർ ബുള്ളിങ് ആണ് നേരിട്ടത്. ആ സമയത്ത് അംജുവിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു, എങ്ങനെയാണ് സിറ്റുവേഷൻ ഓവർകം ചെയ്തത്, മെൻറ്റൽ എന്തായാലും ഡൗൺ ആയിട്ടുണ്ടാവുമല്ലോ, അംജുവിൻ്റെ പ്രസൻസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു ബാക്ക് ടു ലൈഫ് ആവാൻ? റിപ്ലൈ തരുന്നു വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. അപ്പോൾ 3 വർഷം തൊട്ടിട്ടേ നമുക്ക് ചില സമയത്ത് ഇതേപോലെ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. അല്ല നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. ഇതിൽ ഇപ്പോൾ കുറേയൊക്കെ ഫേസ് ചെയ്തേ നമ്മൾ പറ്റുള്ളൂ. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നിർത്തി പോവാൻ തോന്നും, ഇനി ഒരു തിരിച്ചു വരവ് ഇല്ലാന്ന് തോന്നും, മടുക്കും, എല്ലാം മടുക്കും നമുക്ക് ഒരു ടൈം എത്തുമ്പോൾ. എന്തിന് മടുക്കും. ഇവിടെയാണ് ഞാൻ പിടിച്ചു പറയുന്നത്, നോ ബേബി, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. അംജുക്കാടെ പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നതാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പേ എപ്പോഴും ഏതെങ്കിലുമൊക്കെ തരത്തിൽ സൈബർ, ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങിയ സമയത്ത് ഒരു ടൈപ്പ് ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ഭയങ്കര വൾഗർ ടൈപ്പ്. കല്യാണ സമയത്ത് അംജുക്കാട് ഞാൻ ഇന്ന പെർട്ടിക്കുലർ സൈബർ ബുള്ളിങ് ഒക്കെ ഇല്ല, അംജുക്കാക്കാണ് ഏറ്റവും എന്താ കൂടുതൽ സൈബർ ബുള്ളിങ്. എന്നെ കല്യാണം കഴിച്ച സമയത്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അംജുക്കാക്കേ അറിയുള്ളൂ. ഞാൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ഞാൻ യൂസ്ഡ് ആണ്. ഞാനൊരു യൂട്യൂബറാണ്, ഞാൻ ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇൻഫ്ലുവൻസർ ഓക്കെ ശരിയാണ്, ഇൻഫ്ലുവൻസ് ചിലപ്പോൾ ബാഡായിട്ടോ ഗുഡായിട്ടോ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഇൻഫ്ലുവൻസർ എന്ന് പറയാം, അംജുക്ക എന്നുള്ളൊരാൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാണ്ട് പെട്ടെന്ന് എന്നെ കല്യാണം കഴിച്ചെന്നുള്ള പേരിൽ ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയ ഒരാളാണ് ആ മനുഷ്യൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും ഉമ്മ വെച്ചപ്പോൾ ഉമ്മ എന്നുള്ള പേര്, ഉമ്മച്ച എന്നുള്ള പേര് വന്നു, ഓവറ എന്നുള്ള പേര് വന്നു, എല്ലാത്തിനും പേര് വന്നു. അവനിക്ക് ഇങ്ങനെ യൂട്യൂബിന് വേണ്ടിയിട്ട് അവന്റെ മാനറിസം മാറ്റാന്ന് അറിയത്തില്ല. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലല്ലേ, എന്തായാലും നമുക്ക് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല. എനിക്ക് യാതൊരു വിഷമമുണ്ടോ ചോദിച്ചാൽ ആ സമയത്ത് വിഷമമുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഇല്ലാന്ന് പറഞ്ഞാൽ വലിയ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭയങ്കര ബാഡ് ഡേയ്സ് ആയിരുന്നു ആ സമയം എന്നൊക്കെ പറയുന്നത്. അത് പക്ഷെ എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര നല്ലതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാൻ ആ സമയത്ത് ഞാൻ അതുകൊണ്ടാന്ന് തോന്നുന്നു ചിലപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വീണ്ടും അത് എനിക്കൊരു നിമിത്തമായിട്ട് ഞാൻ കാണുന്നു. വീണ്ടും എൻ്റെ ആ പഴയ ആ ഒരു പവർഫുൾ ആയിട്ട് എനിക്ക് വീണ്ടും എന്റെ കണ്ടന്റ് അപ്പൊ എനിക്ക് ഈ ഒരു ഇതിലും ഞാൻ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. കാരണം ഞാൻ നെഗറ്റീവായിട്ടല്ല. എനിക്ക് ആ ഒരു സമയത്ത് 20,000-ഓളം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിവസം കുറയാ നമുക്കുണ്ടല്ലോ, ഞാൻ കരയാ. എന്റെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഫാമിലിയാണ്. അല്ലെങ്കിൽ അത് ഞാൻ കഷ്ടപ്പെട്ട് അതെനിക്കറിയിട്ടുള്ള അത് നമുക്കിങ്ങനെ കുറയുമ്പോൾ ഒരു സങ്കടം വരില്ല. അപ്പം എനിക്കിങ്ങനെ കുറയുമ്പോൾ അങ്ങനെ മോളെ ഓക്കെ 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 അംജുക്ക എനിക്ക് തന്നൊരു ധൈര്യം. എങ്ങനെ അംജുക്ക ഇതിന്ന് എനിക്ക് ഇതാക്കി അംജുക്ക ആര് പോയാലും ഞാൻ വരും, നമുക്ക് ഒരുമിച്ച് വീഡിയോയുടെ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്. മോളിൽ പോയവരൊക്കെ തിരിച്ചു വരും. മോളുടെ കണ്ടന്റ്, മോളുടെ ഉള്ളിൽ ഫയർ ഉണ്ട്. മോള് ആ കണ്ടന്റ് ഇട്ടിട്ടാണ് മോളെ വേണ്ടത്. അല്ലാണ്ട് മോള് കണ്ടന്റ് ഇട്ടിട്ട് മോളുടെ കണ്ടന്റ് കണ്ട ആൾക്കാർ വരണം. ഓക്കെ, മോള് ഇൻഫോർമേഷൻ മോള് ഇനി കൂടുതൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇനി മോള് നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫ് വിശേഷം അതൊന്നും കാണിക്കണം. എന്ത് കാര്യം ബാക്കിയുള്ളവർക്ക് അത് കണ്ടിട്ട് ഒരു പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് എന്റർടൈൻമെന്റ്. അതിന് പകരം ഇൻഫോർമേഷൻസ് കൊടുക്കാൻ നോക്കും, നല്ല നല്ല കാര്യങ്ങൾ. അതാണ് ആ രീതിക്കാണ് അംജുക്ക. പിന്നെ അംജുക്കയുടെ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അംജുക്ക തകർന്ന് തരിപ്പണനായിരുന്നു. ചില സമയത്ത് എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും അംജുക്ക ഭയങ്കര ഇതായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അംജുക്കയുടെ ഫോൺ. അംജുക്ക ഞാൻ പൊട്ടിക്കരയണ സമയത്ത് അംജുക്ക ഫോൺ പട്ടേ എന്ന് പറഞ്ഞടിച്ച് ഫോൺ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദേഷ്യം എന്ന് പറയുന്നത് അതാണ് സമയത്ത് റെസ്പോൺസ് ആണ്. അത് നല്ലൊരു കാര്യം എന്നല്ല പറയുന്നത്. ഞാൻ അതിനെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരിക്കലും ഇതാവരുത്. അത് എനിക്ക് മോളുടെ അടുത്തുള്ള ഇതല്ല, ഈ കരച്ചിലാണ് എന്റെ എൻവയൺമെന്റ് ഉണ്ടാക്കിയ ഒരു ഇത് മൊത്തത്തില്. അവനിക്കിത് യൂസ്ഡ് അല്ല, ഈ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഒന്നും അവന് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് അവനിക്കത് ഇതാക്കാനായിരുന്നു. ഇപ്പൊ നോർമലാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ സ്ട്രോങ് ആണ്. അതെ, സ്ട്രോങ് ആണ് എന്ന് വിചാരിക്കുന്നത് അല്ലേ അംജുക്ക? ഇത് നിങ്ങൾ വേറെ ഒന്നായിട്ട് കണക്ട് ചെയ്യേണ്ട. ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് പല തരത്തിലുണ്ട്. ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ബേസ് വേറെ പല രീതിക്ക്. ഇപ്പോൾ എനിക്ക് സൈബർ ബുള്ളിങ് വന്നിട്ടുണ്ടായിരുന്നു, പല രീതിക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോർമലാണ്, എല്ലാവർക്കും നോർമലാണ്. അത് വെച്ചിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇനിയും വരും. നാളെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നാളെയും വരും, മറ്റന്നാളും വരും, അതിൻ്റെ പിറ്റേന്നും വരും. സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം അത് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനമാണ്. മെന്റലി എന്തായാലും ബ്രേക്ക് ഡൗൺ ആയിട്ടോ. മെന്റലി ബ്രേക്ക് ഡൗൺ ആവൂലോ. നമ്മളൊക്കെ സാധാ മനുഷ്യന്മാരാ. നമ്മളൊക്കെ സാധാ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു സാധനം അതേ സെയിം സാധനം തന്നെയാണ്. പിന്നെ അത് വരും പോവും, അത്രേ ഉള്ളൂ.
കൃഷ്ണപ്രിയ രണ്ടുപേരും വഴക്കിട്ട് എത്ര ദിവസം വരെ മിണ്ടാതിരുന്നിട്ടുണ്ട്? സത്യമായിട്ടും ഞങ്ങൾ ഇതുവരെ സത്യമായിട്ടും ഒരു ദിവസം പോലും മിണ്ടാതിരുന്നിട്ടില്ല. ഓക്കെ, മിനിറ്റ്സ് അല്ല, ഒരു മണിക്കൂറൊക്കെ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ മിണ്ടാതി, 1-2 മണിക്കൂർ ചിലപ്പോൾ മിണ്ടാതിരുന്നുണ്ടാവും. അതിന് കൂടുതൽ എന്തായാലും മിണ്ടാതിരുന്നിട്ടില്ല. വഴക്കിട്ടാൽ ആദ്യം ആരാണ് പോയി കോംപ്രമൈസ് ആവുക? ഞാൻ പറയാം, ഞാൻ ഇന്നേ വരെ ഞാനായിട്ട് വഴക്കിട്ടിട്ടില്ല. സത്യം പറഞ്ഞ ഒരു വഴക്കിട്ട കൂളായിട്ട് മോള് ഡീൽ ചെയ്തോളൂ. അതായത് വേറെ ഒന്നും ചോദിക്കത്തില്ല. പോട്ടെ, ഞാനായിട്ട് വഴക്കിട്ടിട്ടില്ല. പക്ഷെ ചില സമയത്ത് എൻ്റെ ടെമ്പർ തെറ്റി ഞാൻ പൊട്ടിത്തെറിക്കാറുണ്ട്. ആ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഫുൾ കൈന്നു. മാക്സിമം ഞാൻ മിണ്ടാതിരിക്കുള്ളൂ. ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് ടെമ്പറേച്ചർ ഞാൻ പറയും. പക്ഷെ അവിടെയാണ് അടി പൊട്ട. അപ്പോൾ വഴക്കിടണതും ഫസ്റ്റ് കോംപ്രമൈസ് ചെയ്യണതും അംജുക്ക് തന്നെ ആയിരിക്കും. അത് കോംപ്രമൈസ് ചെയ്യാൻ വരെയും അംജുക്ക് തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ മോളെ സോറി മോളെ ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് തടവും. ആ സമയത്തുണ്ടല്ലോ ഒന്നങ്ങ് കൊടുക്കാൻ തോന്നും. എന്നാലും ഞാൻ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ മനസ്സിലുണ്ടല്ലോ, കാഞ്ചനാണ് നിന്നെ എന്നുള്ള സാധനം എനിക്ക്. ദേഷ്യം കൂടുതൽ ആർക്കാണ്? ഓഫ്കോഴ്സ് അംജുക്കാക്ക്. മോളുടെ വീഡിയോസ് ഒരുപാട് യൂസ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. കണ്ടു, ഇത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നത്. അടുത്ത ആള് സഹന സെസ്ലിൻ. ഡു യു ബിലീവ് ദാറ്റ് എ മാരീഡ് കപ്പിൾ ക്യാൻ എക്സ്പ്രസ് ലവ് ഫോർ എവർ ഓർ ദ അഫെക്ഷൻ ബിറ്റ്വീൻ ദം വിൽ ലൂസ് ഇവൻച്വലി ആഫ്റ്റർ ഇയേഴ്സ്? എനിക്കറിയത്തില്ല, നീ പറഞ്ഞു. ഇറ്റ് ഈസ് ഫോർ എവർ. പക്ഷെ എല്ലാവർക്കും ഇവര് പറയുന്നത് ശരിയാ. എല്ലാവർക്കും ചിലപ്പോൾ ഒരു ടൈം എത്തുമ്പോൾ അതിലൊരു പോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് ഹൗ കമ്മിറ്റഡ് യു ആർ ഇൻ ടു ഇറ്റ്. അതാണ് ദാറ്റ് വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഒത്തിരി പേര് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാലൊക്കെ മൂഡ് പോവും, ആ ഒരു എഫെക്ഷൻ പോവും, ലൈഫ് വിട്ട് പോവും, കുറച്ചും കൂടി പ്രാരാബ്ദം വന്നാലൊക്കെ അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കാലൊന്നും ആയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഓരോ ദിവസം കൂടുമ്പോൾ ഞങ്ങളുടെ സ്നേഹം കൂടിയിട്ടുള്ളൂ. അത് ഏറ്റവും കൂടുന്ന വെച്ചാൽ ഓരോ ഹാർഡ്ഷിപ്സ്, ഓരോ സങ്കടങ്ങളും ദുരന്തങ്ങളും വരുമ്പോഴാണ് ഞങ്ങൾക്ക് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, വേണം, സ്നേഹമുണ്ട് എന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. ഓരോ കാര്യത്തില് ഇപ്പൊ ഞങ്ങൾ കല്യാണം കഴിയുന്ന, ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആയി, ഞങ്ങൾ ഒരിക്കലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് കല്യാണം കഴിച്ചവരല്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനൊക്കെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പേഴ്സണലി എനിക്ക് പേടിയായിരുന്നു അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പേടിയായിരുന്നു. അപ്പൊ അറേഞ്ച് മാരേജ് അംജുക്കാക്ക് ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് ഒരു അധികം കാലം ഞങ്ങൾ കൂടെ നിന്നിട്ടില്ല. ഈ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ആളെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാര്യങ്ങളായിരുന്നു. ഇവിടെ ഒരുമിച്ച് ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണോ അയ്യോ എൻ്റെ അംജുക്കാരൻ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് വന്നത്. ഇവന് വേറെ ആർക്കും കിട്ടിയില്ലല്ലോ, എനിക്ക് എന്നെ കിട്ടിയില്ലോ എന്നുള്ളൊരു സാധനം വരുന്നത്. അപ്പോൾ എഫെക്ഷൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ ഇരിക്കും. ഓരോ സമയം ശരിയാണ്, ഓരോ പ്രാരാബ്ദം ഇതൊക്കെ വരുമ്പോൾ ഉള്ളിൽ അത്രേ ഉള്ളൂ. ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടി വന്നു കഴിഞ്ഞാൽ സ്നേഹം കുറവ്. എനിക്ക് തോന്നിയിട്ടില്ല കുട്ടി കഴിഞ്ഞ സ്നേഹം. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വല്യമ്മ, എൻ്റെ ഗ്രാൻഡ് ഫാദർ, രണ്ടുപേരും ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. പക്ഷെ അവർ മരിക്കുന്നവരെ ഇണക്കുരുവികളായിരുന്നു. എൻ്റെ വല്യപ്പ 95 വയസ്സിലും വല്യമ്മ 85 വയസ്സിലാണ് മരിച്ചത്. അപ്പൊ വല്യപ്പ ആ 95 വയസ്സ് വല്യപ്പാക്ക് ഒരു മനുഷ്യനെ ഓർമ്മയില്ലായിരുന്നു. വല്യപ്പാക്ക് അൽഷിമേഴ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ അപ്പോഴും വല്യപ്പാക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോഴും സൈനബ ഫുഡ് കഴിച്ചു, സൈനബ അതാക്കിയോ, അവര് വേറെ റൂമിലല്ല അവസാനമൊക്കെ ആയപ്പോൾ കിടന്നിരുന്നത്. കാരണം വല്യപ്പ ഈ രാത്രി ഹാലൂസിനേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് കിടത്താറില്ലായിരുന്നു. അപ്പോഴും എന്താ പറയാ, വല്യപ്പ ഇങ്ങനെ വല്യപ്പാട് റൂമിന് എത്തിച്ചു നോക്കും വല്യമ്മാനെ. ഉണ്ടോ ചില സമയത്ത് ഓ സൈനബ അഴകുള്ള റേഡിയോ വെക്കൂലോ. അപ്പൊ സൈനബ എന്നാണ് വല്യമ്മയുടെ പേര്, വല്യപ്പാടെ പേര് കാദർഷ. പാട്ട് പാടും. ഞാൻ ഏറ്റവും ബെസ്റ്റ് കപ്പിളിനാണ് വല്യപ്പ. അവർക്ക് 9 മക്കളുണ്ട്. ഇത്രയും പ്രായമായിട്ടും അവരുടെ ഇത്രയും പേരക്കുട്ടികളുണ്ടായിട്ടും അവർ ആ സ്നേഹത്തിനോ സ്പാർക്കോ പോയിട്ടില്ല. അപ്പോൾ സ്നേഹം ഉള്ളവർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അല്ലെങ്കിൽ അവർ ഓരോ എക്സ്ക്യൂസസുകൾ കണ്ടുപിടിക്കും, കുട്ടി ഇത് എന്നൊക്കെ പറയുന്നത് അല്ലേ അംജിക്ക? കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്,
ബിഗ് ബോസ് കാണാറുണ്ടോ? ചിലവര് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ ചെയ്യും. ഞാൻ ഇതിനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ ചെയ്യേണ്ട ആവശ്യം, കാരണം ബിഗ് ബോസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷോ. സീസൺ 1 തൊട്ടിട്ട് ഞാൻ കാണുന്ന ഒരു ഷോ ആണ്. ഞങ്ങൾ ഒരുമിച്ച് കണ്ടു തുടങ്ങിയ ഒരു ഷോ ആണ്. അതെ, നമ്മള് സീസൺ 5 ഫെബ്രുവരിയിൽ കണ്ടുമുട്ടി, പിന്നെ മാർച്ചിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അഖിൽ മാരാറിന്റെ ഒക്കെ ഇതില് ഞങ്ങൾ ഒരുമിച്ച് കാണും. ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പൊ ഓരോരോ കഥകൾ പറയും. അംജിക്ക ഇന്ന് ഇത് നടന്നു, അംജിക്ക ഇന്ന് ഇതൊക്കെ വിശേഷം, അംജിക്ക. ഞങ്ങൾക്ക് ഫണ്ണ. ബിഗ് ബോസ് ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷോ ആണ് ബിഗ് ബോസ്. ഇനിയിപ്പോ നിങ്ങൾ ആരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജിൻഡോനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പൊ നിലവിൽ ഇതുവരെ കപ്പ് മേടിക്കണം എന്ന് എനിക്ക് എല്ലാം കൊണ്ടും കളി ഇഷ്ടമുള്ളൂ. കപ്പ് മേടിക്കില്ലെന്ന് അറിയില്ല, പക്ഷെ അപ്സര അടിപൊളി പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം എല്ലാം കൊണ്ടും എനിക്ക് ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തോന്നില്ല. ഇപ്പൊ വൈൽഡ് കാർഡ് എൻട്രി വരുന്ന നമുക്കറിയില്ല. ബിഗ് ബോസ് കാണാണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ പേര് വെച്ചിട്ട് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ട്. നമ്മൾ കുറെ മുമ്പത്തെ ഇതിലോ എനിക്ക് സീസൺ 4 വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുക, ഹോസ്റ്റലിലായിരുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്താണ് കോൾ വന്നത്. എനിക്ക് പറ്റിയില്ല. ഈ സീസണിൽ നമ്മൾ കുക്ക് വിത്ത് കോമഡി, ഏഷ്യാനെറ്റ് കുക്ക് വിത്ത് കോമഡിയിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് എന്തായാലും ആ കുക്ക് വിത്ത് കോമഡിയിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കും കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ 2 ഇതിൻ്റെ കോൾ വന്നതിൽ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്യാത്ത എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമല്ലാഞ്ഞിട്ടോ പോവാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ല, അവസരം അതെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിട്ടല്ല, പക്ഷെ ഓരോ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. എനിക്ക് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സർക്കംസ്റ്റൻസസ് കാരണം ഇതാക്കില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. ഞാൻ ചില സമയത്ത് ഞാൻ വൾണറബിൾ ആണ്. എനിക്കപ്പോ ചില സമയത്ത് ഞാൻ ഒരു ബിഗ് ബോസ്. പിന്നെ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഉമ്മാടെ ഒരു കോള്, ഉപ്പാടെ കോള് എന്നും സ്ഥിരം വിളിക്കുന്ന നേരത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി പ്രോബ്ലം. എനിക്ക് അംജുക്ക് എന്താ വിളിക്കായിരുന്നു, വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. വിളിച്ചപ്പോ ചോദിച്ചില്ലായിരുന്നു അയ്യോ മോൾ അവിടെ എത്തിയോ? അതെ അതെ, എനിക്ക് ഭയങ്കര ടെൻഷനാ. പിന്നെ എനിക്കറിയില്ല, അംജുക്കാനെ ഇതുവരെ ഞാൻ ഫോൺ വിളിക്കാതിരുന്നില്ല. ഓക്കെ, ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടായിട്ടും ഫോൺ വിളിക്കാതിരുന്നില്ല. അപ്പൊ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഒരു തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഈ ബിഗ് ബോസിനുള്ളിൽ പോയി നമ്മുടെ വല്ലവർക്കും, നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും അംജുക്കാക്കൊക്കെ വല്ല അസുഖമാണ് വയ്യാന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരിക്കലും അവിടെ ഗെയിം കളിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരിക്കലും അങ്ങനെ ഞാൻ മൊത്തത്തിൽ കൊളാക്കും അവിടെ. എനിക്കത് ഭയങ്കര സീനാവും. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ പിന്നെ അറിയാലോ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ഞാൻ അവിടെ നിന്ന് ഞാനായിട്ട് ക്വിറ്റ് ചെയ്ത് പോയാൽ അവിടെ കോമ്പൻസേഷനൊക്കെ കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് ഞാൻ അവിടെ കരഞ്ഞു പൊളിക്കുന്നത് പുറത്തേക്ക് വരാനൊക്കെ. അപ്പോൾ ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തോന്നില്ല. അപ്പോൾ ഇനി മിക്കതും ഞാൻ ബിഗ് ബോസ് ഇനി വിളിക്കലുണ്ടാവില്ല. കാരണം ഇപ്പോൾ 2 വട്ടം വിളിച്ചിട്ട് പോവാൻ സ്ഥിതിക്ക് ഇനി എന്നെ അവരെ തിരിഞ്ഞു നോക്കൊന്നും തോന്നുന്നില്ല. അത് വേറെ കാര്യം, വിളിക്കാൻ പോണില്ല. അപ്പോൾ ഇതല്ല, എനിക്കിഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമുള്ള ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. 2 ആൾക്കും നന്നായി കൂടെ നന്നാവത്തില്ല. ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതിപ്പോ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ല ഞങ്ങളിപ്പോ അവിടെ നാട്ടിൽ പോരൂല, ഞങ്ങൾ ഇവിടെ അല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ നന്നായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. ജിക്ക, നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? 5-6 വ്യത്യാസമൊക്കെ ഉണ്ട്. കാണുന്ന പോലെ അല്ല, കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. ഒരു 5-6 വയസ്സിന് വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മൾ തമ്മിൽ, ഏജ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ 2 പേരുടെയും ജോബ് ചെയ്യുന്നത്. അംജുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആണ്. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആണ്. ഞാൻ സപ്പോർട്ട് വർക്കറാണ്, വേറെ ഒന്നല്ല. ഞാൻ യൂട്യൂബറാണ്, സപ്പോർട്ട് വർക്കറാണ് ഞാൻ. പക്ഷെ മെയിൻ ആയിട്ട് അത്രേ ഉള്ളൂ. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഫോർ എവർ. താങ്ക് യു. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ്? അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാനും ഞങ്ങൾ പ്രസന്റിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒഴുക്കില് ജീവിക്കുന്നല്ല, പക്ഷെ പ്രസന്റിൽ ജീവിക്കുന്ന പക്ഷെ നമ്മൾ അതനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഓരോ ദിവസം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് ഞങ്ങൾ ഒരു മനസ്സിൽ ദൃഢനിഷ്ഠ എടുത്താണ്. നമ്മള് എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അത് പറയാന്നല്ലാണ്ട് നമ്മുടെ പ്ലാൻസും മനസ്സിലുണ്ട്. ഞങ്ങൾ മനസ്സിലുണ്ട്, അത് എപ്പോഴെങ്കിലൊക്കെ നിറവേറി കഴിഞ്ഞാൽ പറയാം. അല്ലാണ്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കുറേ പേര് ഏജ് ഡിഫറൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഷെയറിങ് ഒക്കെ നിങ്ങൾ? ഐ മീൻ ഫിനാൻഷ്യൽ.
ഓപ്പൺ ആണ്, നിങ്ങൾ ഓപ്പൺ ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഞങ്ങൾക്ക് എത്ര സാലറി, ഫിനാൻസ് ആണ് സംഭവം, എനിക്ക് എത്ര കിട്ടുന്നു മാസ വരുമാനം, എത്ര അംജുക്കാക്ക് എത്ര മാസ വരുമാനം എന്നൊക്കെ, ചെലവ് എന്നൊക്കെ ഞങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പൊ വന്ന സമയത്ത് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു, എങ്ങനെ തുടങ്ങണം, നമ്മൾ എങ്ങനെ ഒരു വീട് സെറ്റ് ആക്കണം, മൊത്തത്തിൽ ഇതായിരുന്നു. കയ്യിൽ നിന്ന് പൈസ പോടുന്ന മാത്രം അറിയാം, വേറെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് കറക്റ്റ് നന്നായിട്ട് അറിയാം. ഞങ്ങളുടേതായിട്ടുള്ള എൻജോയ്മെന്റ്സിന് പൈസ മാറ്റി വെക്കുന്നുണ്ട്, ഇഷ്ടങ്ങള് സാധനങ്ങൾ വാങ്ങാനുള്ള കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, നൊക്കത്തിന് മാറ്റി വെക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ഈക്വൽ ഡിവൈഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ രണ്ടുപേരും നമ്മളുടെ കൊടുക്കുന്നുണ്ട്. ഒരാള് മാത്രം വിചാരിച്ച ഇവിടെ ഒന്നും നടക്കില്ല. അതെ. ബേബി പ്ലാനിങ് ആൻഡ് തെറ്റിയാൽ ആദ്യം കോംപ്രമൈസ് ആക്കുക എന്തൊക്കെ എങ്ങനെ? ബേബി പ്ലാനിങ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ബേബി പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞുതരാം. നമുക്ക് ബേബി പ്ലാനിങ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ലൈഫിലോട്ട് എത്തിയപ്പോ നമുക്ക് മനസ്സിലായി ചുമ്മാ ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല ഈ ബേബി എന്ന് പറയുന്ന സാധനം. റൈറ്റ് ബേബി? നിങ്ങൾക്ക് വിചാരിക്കും ഞങ്ങൾക്ക് ഇപ്പൊ കുട്ടികളുണ്ട്, ഞങ്ങൾ ബേബി പ്ലാനിങ് കൊടുക്കുന്നത് കിട്ടുന്നതല്ല, ടൈം എടുക്കും. അപ്പോൾ ആവുമ്പോ ഞങ്ങൾ അറിയിക്കും. ട്രൈ ചെയ്യുന്നുണ്ടോ? യെസ് പക്ഷെ ഞങ്ങള് ഇപ്പൊ സത്യാവസ്ഥ മനസ്സിലാവും. ഞാൻ അംജിക്കാരോട് ഞങ്ങനെ പറയായിരുന്നു, അംജിക്ക നമ്മള് വെറുതെ കോട്ട ബുക്ക് യൂസ് ചെയ്ത് വെറുതെ നമ്മളങ്ങനെ വിചാരിച്ച് ഇന്ന് കിട്ടും. ഞാൻ ഇത്രയും സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ എടുക്കുന്ന ആളാട്ടോ. ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ബേബി പ്ലാനിങ് ചെയ്തു തുടങ്ങി. ഞങ്ങളിപ്പോ തമാശയിൽ കോമഡിയിൽ പറഞ്ഞത് മാത്രം. ഇപ്പൊ ഞങ്ങൾക്ക് ഓക്കെ ആയില്ലെങ്കിൽ അത് നമുക്ക് ടൈം ആയാലും പ്രശ്നമില്ല. പക്ഷെ ചില ആൾക്കാർ നമ്മൾ ഈ ചോദിക്കില്ലേ ബേബി പ്ലാനിങ് ഉണ്ടോ, ചിലവർക്ക് അത് ഭയങ്കര ഹേർട്ട് ചെയ്യും. കാരണം അവർക്ക് അത്രയും അതിയായ ആഗ്രഹമായിട്ട് അവർക്ക് ആവാണ്ട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കര ടെൻഷനും പേടിയായിരിക്കും. ഓക്കെ, ഞങ്ങൾക്കാക്കും. ഞങ്ങൾ ബേബി പ്ലാനിങ് ഓഫ് കോഴ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കൊരു ടൈം ആവുമ്പോ ഞങ്ങൾക്കാവും. ഞങ്ങൾക്ക് എപ്പോഴാണോ അള്ള വെച്ചേക്കുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് ബേബി ആവും ഞങ്ങൾ ഇതാക്കുന്നത്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഒരു പാർട്ട്ണർ രണ്ടുപേർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, മെഡിക്കലൊക്കെ ഫുൾ ഓക്കെ ആവും. പക്ഷെ ടൈം എടുക്കും, ചിലപ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ അപ്പാക്കും മമ്മിക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടായ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടായ മോനാണ്, മൂത്ത മോനാണ് അവൻ. 5 വർഷം കഴിഞ്ഞിട്ട് കാത്തിരുന്നതാണ്. ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമല്ല കേട്ടോ, നാച്ചുറൽ ആയിട്ട് അങ്ങനെ ഒരു 5 വർഷം കഴിഞ്ഞ് കാത്തിരുന്നത്. അതേപോലെ എന്റെ വല്യമ്മ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് 9 മക്കളായിരുന്നു. എന്റെ ഉമ്മയും ചേർത്ത് 9 പേര്. വല്യപ്പയും വല്യമ്മ ഇതേപോലെയായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് ആദ്യത്തെ കുട്ടിയെ. പിന്നെ ഇങ്ങനെ നിരത്തി കുട്ടികളായിരുന്നു. ടൈം എടുക്കും, ചിലർക്ക് ഭാഗ്യം പോലെ പെട്ടെന്നാവും, ലേറ്റ് ആവും. പിന്നെ എന്താണ് ആഫ്റ്റർ മാരേജ് ലൈഫിൽ ഉണ്ടായ മാറ്റം? ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. മടി മാറിയെന്ന് ചോദിച്ചാൽ മടി മാറി ഇല്ല. അത് ഞങ്ങൾ ചില കാര്യത്തിൽ സ്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഉറക്കം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഉറക്കം, മടിയാണ് ബേബി. എന്നാലും കുറച്ചൊക്കെ കാര്യപ്രാപ്തി വന്നിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം കുറച്ചൊക്കെ കാര്യപ്രാപ്തി. ഇപ്പൊ പണ്ടൊന്നും നമുക്ക് ഇപ്പൊ വീട്ടിൽ ഇത്ര ഇപ്പൊ എന്റെ പാരന്റ്സ് തന്നെയാണ് നോക്കിയിരുന്നത്. എന്റെ ഉമ്മ ഇപ്പൊ ഉമ്മയുടെ കല്യാണം കഴിഞ്ഞു അറിയാലോ, ഉമ്മ സെക്കൻഡ് മാരേജ് ആയിരുന്നു. അതിന് മുമ്പ് ഉമ്മ ഒറ്റക്കാ ഫാമിലി കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഉമ്മ ഒറ്റക്കാണ് ആ ഫാമിലി കൊണ്ടുപോയിരുന്നത്, ഉമ്മ ഒരാള്. ആ സമയത്ത് ഞാനൊരു ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അവന്റെ ഉമ്മയാണ് ഫുള്ള് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞ് അത്രയും ഇതിൽ ഉമ്മ വളർത്തിയതാ. അത്രയും സ്ട്രോങ് ആയിട്ട് എൻ്റെ ഉമ്മ ബ്യൂട്ടീഷ്യനായിട്ടും 30ഓളം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടും ഒക്കെയാണ് ഉമ്മ എന്നെ നോക്കിയിരുന്നത് ആ സമയത്തൊക്കെ. അപ്പം അപ്പോഴും ഞാൻ എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഒരു തരത്തിൽ വിഷമം അനുഭവിപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. അത് ഞാൻ ഇപ്പോഴും എൻ്റെ ഉമ്മാടെ ഒരു മോളായിട്ട് ഞാൻ ഇതാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഉമ്മാടെ കല്യാണം കഴിഞ്ഞു, ഒരു പൊന്നു പോലത്തെ ഉപ്പാന് കിട്ടി. ഉപ്പ വന്നപ്പോൾ പിന്നെ പറയുകയും വേണ്ട, ഞാൻ വിഷമം എന്തെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല, ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാനൊരു ഫാമിലി കൊണ്ടുപോവാം, ഞാനൊരു കുടുംബം ഞാൻ കൊണ്ടുപോവാം. അതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് നല്ലപോലെ ഉണ്ട്. ഒരുമിച്ച് കൊണ്ടുപോവാം. പ്ലാനിങ് നമ്മള് ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് പോകണം. അതിന്റെ ആ ഒരു വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി ഒരു സ്റ്റഡി പാക്കേജിന് കൊടുത്ത് കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് എല്ലാം അറിയാം. സത്യം അംജുക്കാർക്കൊക്കെ അറിയാം, മീൻ വെട്ടാൻ അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നേ വരെ ഇവിടെ ഇപ്പൊ UK എത്തിയിട്ട് എത്ര 6 മാസം കഴിഞ്ഞൊന്നും ഞാൻ ഇന്നേ വരെ ഈ വീട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അംജുക്കെ ക്ലീൻ ചെയ്യാറ്.
ഞാൻ വെറുതെ പറഞ്ഞല്ല, കാരണം അംജുകാക്ക് ഒരു 5 മിനിറ്റ് മതി ക്ലീൻ ചെയ്യാൻ. മോള് ഇങ്ങനെ ക്ലീൻ അതൊന്നല്ല, അയ്യോ അതല്ല ഞാൻ പറയണത്. അംജുക ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഒരു സാധനം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ മാക്സിമം വൃത്തിയിടാവാണ്ടിരിക്കാൻ നോക്കും. ഞാൻ ആ സ്പേസ് ഉണ്ടല്ലോ, ഞാൻ ആ വിട്ട വീട് അതേപോലെ വെക്കണ ഒരാളാണ് ഞാൻ. അതെ, വൃത്തിയേടാക്കുന്ന അംജുക്കാണ് ഞാൻ. പക്ഷെ ആ സ്പേസ് അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. അത് നമ്മളെ വീടൊക്കെ ഒന്ന് വൃത്തിയേടാവണമെങ്കിൽ ഒരു ആഴ്ചയെങ്കിലും മിനിമം പിടിക്കും. കാരണം ഞാൻ അങ്ങനെ ഒതുക്കി ഞാൻ സെറ്റ് ചെയ്യും. പക്ഷെ ക്ലീൻ ആക്കാനൊക്കെ മിടുക്ക്. അംജുക കിച്ചണൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ ഒരു കണ്ണാടി പോലെ ഇരിക്കും. ഞാൻ വെറുതെ പുകഴ്ത്തി പറയല്ല, ശരിക്കുമാണ്. പിന്നെന്താ, വാട്ട് അബൌട്ട് യുവർ 2 ഫാമിലി, യുവർ ഫേവറേറ്റ് പ്ലേസ് ഇൻ UK? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി. 2 ഫാമിലി എന്ന് ചോദിച്ചാൽ അടിപൊളിയാണ്, ഒരു സംശയമില്ല. രണ്ടുപേരും എൻ്റെ ഉപ്പ ഉമ്മ അടിപൊളിയാണ്. ഫേവറേറ്റ് പ്ലേസ് ഉണ്ട്. ഞങ്ങള് സ്റ്റിൽ വി ഹാവന്റ് എക്സ്പ്ലോർഡ് എനിത്തിങ്. തോരം യുകെയിൽ സ്ഥലങ്ങളുണ്ട്, ഞങ്ങൾ അതൊന്നും പക്ഷെ ഞങ്ങൾ ഇനി തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ ഓരോ ഫേവറേറ്റ് പ്ലേസസ് ഇപ്പോഴത്തെ ഫേവറേറ്റ് പ്ലേസ് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നുണ്ടാവും. കാരണം ഇവിടെയല്ലേ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണത്. പിന്നെ ചേച്ചി, നിങ്ങളുടെ ലൈഫുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവി ഒരു ക്യാരക്ടർ ഏതാണ്? ജുറാസിക് പാർക്ക് അല്ല, ജുറാസിക് പാർക്കോ? അതെന്ത് റിലേറ്റ് ചെയ്യണം ജുറാസിക് പാർക്ക്? റിലേറ്റ് എന്താണല്ലേ? കാരണം എനിക്ക് തന്നെ പല മൂവീസിലും ഒരു ഫുൾ പാർട്ട് എന്ന് പറയാൻ പറ്റില്ല, ചില പാട്ടുകൾ. ഹൃദയം കണ്ടിട്ടുണ്ടോ? മനസ്സിലായത് ഹൃദയം. അത് വേറൊന്നല്ല. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ രണ്ടുപേരെയും പൊട്ടി പൊളിഞ്ഞ അവസാനം നമ്മൾ കല്യാണം കഴിച്ചതാണ്. നമ്മൾ ലവ് മാരേജ് ആയിരുന്നില്ല, എന്നിരുന്നാൽ പോലെ അറേഞ്ച്ഡ് ആണെങ്കിലും. പക്ഷെ അങ്ങനെ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പാറ്റേണിൽ ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് വെച്ചോണ്ടാട്ടെ ഞാൻ പറയുന്നത്. നല്ലൊരു പീസ്ഫുൾ മൂവി സെലക്ട് ചെയ്ത് അംജുക ഉടനെ പറഞ്ഞു ജുറാസിക് പാർക്ക്. നമ്മളൊരു കാര്യം പറയും, പെട്ടെന്ന് പറയുന്ന ആൻസർ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ജുറാസിക് പാർക്ക് ആണെങ്കിൽ കറക്റ്റ് ആൻസർ ആയിരുന്നത്. അംജുക്കാക്ക് ഇതിന് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? റിലേഷൻഷിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഓരോ ഫേസിൽ ഓരോ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. റൈറ്റ് നൗ എനിക്ക് എല്ലായിടത്തും റെസ്പെക്ട് ഉള്ളൂ. whoever came into my life has gone and I respect all of them because of them I met this girl, my one and only Hilu. അതേപോലെ തന്നെ എൻ്റെ ലൈഫിലും എനിക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആരോടും ഒരു ദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും അവരോട് ചോദിച്ചാൽ കേൾക്കില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അവരെ വിഷമങ്ങൾ പറയാനുണ്ടാവും. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് വിഷമങ്ങൾ പറയാനുണ്ടായിരിക്കും. ഒരു പക്ഷെ ഒരു സമയത്ത് ഒരുപാട് സന്തോഷം തന്നവരായിരിക്കും നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ വന്ന ഓരോ പാർട്ട്നേഴ്സ്. അതുകൊണ്ട് ഐ നെവർ ട്രൈ ടു ഒരു രീതിക്ക് അവരെ എഫക്ട് ചെയ്യണ. കാരണം ഞാൻ സ്നേഹിച്ച ആൾക്കാരെ എഫക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ സ്നേഹിക്കുന്നത്. ഇറ്റ്സ് ഫോർ എന്താ പറയുക, എൻ്റെ ഒരു ലവാണിത്. അതേപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈവൻ എന്താ പറയുക, എൻ്റെ ഇപ്പം ബ്രേക്കപ്പ് ആയി ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫാമിലി എനിക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയതും കാര്യങ്ങളൊക്കെ. കല്യാണം ആലോചിച്ച് തുടങ്ങിയത് ആ സമയത്ത് മാട്രിമോണിയിൽ കണ്ട് എനിക്കൊരാളെ കല്യാണം കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹം നടന്നില്ല. വേറെ ഒന്നുമല്ല, ഫ്രണ്ട്സായി. നമ്മൾ ഭയങ്കര ഫ്രണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറെ ആരും വേണ്ട. കാരണം എനിക്ക് അറേഞ്ച് മാരേജ് പേടിയല്ലോ. ഈ പുള്ളിനോടാണെങ്കിൽ സംസാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഫ്രണ്ടായി. ശരിക്കും മാട്രിമോണി വഴി കണ്ടാണ് സംസാരിച്ച് എനിക്ക് ഇത് എനിക്ക് കൊള്ളാം. ഇനിയിപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. പക്ഷെ അത് നടന്നില്ല, പല കാരണം കൊണ്ട് അത് നടന്നില്ല. അപ്പോഴാണ് ഞാൻ പിന്നെ പറയുന്നത് അംജുക്ക വേറെ ഉമ്മയും അംജുക്കാനെ ഇതായി ഓക്കെ സെറ്റ്. പക്ഷെ എന്തോ ഭാഗ്യം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ഡിലീറ്റ് ചെയ്യാൻ പോയത് എന്തോ ഭാഗ്യം. അപ്പൊ നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും ഇങ്ങനെ കടന്നു വരും പോവും അതൊക്കെ പറയും. പക്ഷെ ഓരോരുത്തരും ഓരോ നല്ല മൊമെന്റ്സ് തന്നിട്ടുണ്ട്, വിഷമങ്ങൾ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെന്തോ അടുത്തത്, ഹായ് ഹില, വെയിറ്റ് എങ്ങനെ കുറച്ചു പ്ലീസ് റിപ്ലൈ. ഞാൻ മാരേജ് ശേഷം കുറച്ച് തടി കൂടിയിട്ടുണ്ട്. ഫുഡ് കഴിക്കായിട്ടൊന്നുമല്ല, ഞാൻ സത്യത്തിൽ പൊതുവേ തടി വെക്കാത്തൊരു പ്രകൃത. കല്യാണം കഴിഞ്ഞപ്പോ അങ്ങ് പെട്ടെന്ന് തടി വെച്ചത് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിപ്പം കുറച്ച് നല്ല ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വെജീസ് അങ്ങനെയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്നെ തോന്നുന്നു.
അസ്ല എൻ്റെ മമ്മിയുടെ ഫേവറേറ്റ് യൂട്യൂബർ. താങ്ക് യു, മമ്മീനോട് പ്രത്യേകം താങ്ക് യു പറയണം. ജാനി 769 ആണ് ഇതാക്കി, ശരിക്കും എന്താ പേരെന്ന് അറിയില്ല. പിന്നെ ഒരു ഹസ്ബൻഡിനോട് പാസ്റ്റ് റിലേഷൻഷിപ്പ് സംഭവിച്ച എല്ലാ കാര്യം പറയാൻ പറ്റുമോ? നിങ്ങൾ അംജുഖാനോട് എല്ലാം ഷെയർ ചെയ്യണം. ഞാൻ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാം. മോൾ എൻ്റെ അടുത്ത് എല്ലാം ഷെയർ ഉണ്ട്. ബട്ട് ഐ നെവർ സേ ദാറ്റ് വി ഷുഡ് എക്സ്പ്രസ് എവറിത്തിങ് ടു എ പേഴ്സൺ. ഓരോ ആൾക്കാർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്, ഓരോ ഇൻഡിവിജ്വൽ മൈൻഡ്സ് ഉണ്ട്. സോ ഓൺ ദാറ്റ് കേസസ് ഫസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്ണർ, ലൈക്ക് ഹൗ വെൽ വിൽ യു ടേക്ക് ദിസ് മാറ്റർ. അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. എനിക്കത് പലപ്പോഴും തോന്നി. അതായത് ഒരാൾ എങ്ങനെയൊക്കെ മോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ചില പ്രശ്നം വരുമ്പോൾ ഷീ എക്സ്പ്ലെയിൻഡ് എ ലോട്ട് ബട്ട് നോ വൺ ടുക്ക് ദാറ്റ് ഇൻ देयर മൈൻഡ്. മോളെ കൂടുതൽ ജഡ്ജ് ചെയ്തെന്ന് പറയും. അതെ അതെ, അത് ചിലപ്പോ പാർട്ട്ണർ, എല്ലാ പാർട്ട്ണറും എല്ലാം ഉൾക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ഈച്ച് പേഴ്സണാലിറ്റീസ്. ഞാൻ പക്ഷേ അംജുഖാനോട് കല്യാണം ഫസ്റ്റ് ദിവസം കല്യാണം അങ്ങോട്ട് പറയാനില്ല, മോള് തന്നെ എല്ലാം തുറന്ന് അത് എന്റെ നല്ല ഭാഗം മാത്രല്ല, എന്റെ ഭാഗത്ത് നിന്ന് വന്ന പാളിച്ചകൾ, എന്റെ ഭാഗത്ത് നിന്ന് വന്ന ഇതള് എല്ലാം ഞാൻ അംജുഖാനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. A to Z കാര്യം. അത് വേറെ ഒന്നുമല്ല, എനിക്ക് ബാക്കി ആരെങ്കിലും പറഞ്ഞിട്ട് അറിയണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ട് എന്നെ അറിയണമായിരുന്നു. അതേപോലെ അംജുഖ ചെയ്ത എല്ലാ തെണ്ടിത്തരങ്ങളും എനിക്കറിയാം, നല്ല കാര്യങ്ങളും എനിക്കറിയാം, എല്ലാം എനിക്കറിയാം, ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പൊ ഇവൻ അംജുഖാൻ ചില ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ഇവര് ഞാൻ പറയാം അറിയാം, ഇതൊക്കെ എത്ര കേട്ടെ എന്തൊക്കെ എനിക്കറിയാം. പക്ഷെ എല്ലാവരുടെ കേസിൽ ഇത് ഇതാവുന്ന എനിക്കറിയത്തില്ല. കാരണം എല്ലാവരും ഒരേ രീതിക്ക് എടുക്കുന്നത്. ചിലവര് ആ സാധനം വെച്ചിട്ട് പിന്നീട് കുത്താനും ചാൻസ് ഉണ്ട്. അതപ്പോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? വാട്ട് ഈസ് ദ മോസ്റ്റ് അനോയിങ് തിങ് ഡൺ ഓർ ഡൂയിങ് ബൈ യുവർ പാർട്ട്ണർ? വെറുതെ ചൊറിയും ചില സമയത്ത്. ചെറുതായി ചൊറിച്ചിലല്ല, ശരിക്കുള്ള തല തിന്നുന്ന ചൊറിച്ചില്. ഒരു ആവശ്യം ഉണ്ടായിരിക്കില്ല, ഒരു കാര്യം. എന്നിട്ടുണ്ടല്ലോ ആ ചൊറിഞ്ഞ സാധനവും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാം ഈ മനുഷ്യൻ തന്നെ ഈ സെയിം കാര്യങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത്. അതെന്താണെന്നറിയോ, ഞാൻ ഒരു എക്സാമ്പിൾ പറയണം. രാവിലെ ഒരു ദിവസം ബിഗ് ബോസ് ആയിട്ടാണ് ഇതെന്ന് പറയുന്നത്. രാവിലെ ആയപ്പോ നമ്മളെ ഫുൾ ടൈം ഇപ്പൊ നമ്മുടെ വീട്ടിൽ 24/7 ബിഗ് ബോസ് ലൈവ്, ഫുൾ നെഗറ്റിവിറ്റി, ഫുൾ ഇത് ഇനി പറ്റില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈമില്ല. നമ്മളിപ്പോ ഗെയിംസ് കളിക്കുന്നില്ല, നമ്മളിപ്പോ അങ്ങനെ ഇല്ല, അതില്ല, ഇതില്ല, ഇനി നമുക്കിത് വേണ്ട എന്നൊക്കെ പറഞ്ഞ ചൊറിയാണ്. എന്തെങ്കിലുമൊക്കെ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉള്ളിൽ ഉണ്ടായിരിക്കും ജോലി സ്ഥലത്ത്. അപ്പൊ അതിങ്ങനെ ചൊറിഞ്ഞു തീർക്കും. ഞാൻ ഒക്കെ ഇങ്ങനെ അങ്ങനെ ചൊറിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാ ഞാൻ അപ്പൊ എന്നോട് നമ്മള് ബിഗ് ബോസ് വെച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ ബിഗ് ബോസ് വെക്കുന്നില്ല. അപ്പൊ അംജിക്ക അതെന്താ ബിഗ് ബോസ് വെക്കാത്ത? ഞാൻ പറഞ്ഞു ഞാൻ വെക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്, നമുക്ക് ഇനി നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യണം. അല്ല മോളെ ബിഗ് ബോസ് വെക്ക്, എന്താ നടക്കുന്നതെന്ന് കാണാലോ. ഫുൾ എന്താ പറയാ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് കണ്ടുകൊടുന്ന നമ്മുടെ എൻവയോൺമെന്റ് മൊത്തം അങ്ങനെ ആവുന്നൊരു തോട്ട് വന്നു എനിക്ക്. അപ്പം ലൈവും ഇതും അത് 24/7 എല്ലാം ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരുമ്പോ മൊത്തം സീൻ. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഇതേ എന്താ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്, ഇത്ര നമുക്ക് ഇത്ര കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്തു. പക്ഷെ ബ്രേക്ക് ചെയ്ത ശേഷം വീട് മൊത്തം സൈലൻസ്. എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ പ്രശ്നം അറിയാം, നമ്മൾ ഈ ബിഗ് ബോസ് തുടങ്ങിയാൽ അതിലൊരു അഡിക്ഷൻ വരും. പിന്നെ എന്തായി നമുക്ക് അറിയാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല. ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഒരുപാടുണ്ട്, അങ്ങനെ എടുത്ത് പറയാനില്ല. ഓരോ എന്തൊക്കെ വന്നാലും സങ്കടത്തിനേക്കാളും കൂടുതൽ സന്തോഷിക്കാൻ കുറെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാവുള്ളൂ. ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായി പോകാനുള്ള ഫോർ ദ മാരീഡ് കപ്പിൾ ആൻഡ് ഫോർ ദ ലവേഴ്സ് നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ടിപ്സ് എന്തൊക്കെയാണ്? ലോകം മൊത്തം എതിർത്താലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കണം, അതൊരിക്കലും വിട്ടു പോവാതെ നോക്കണം. അത് തന്നെ മതി. കാരണം എന്താ പറയാ, ദീസ് ആർ ജസ്റ്റ് എന്താ പറയാ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ആൻഡ് ബോൺസ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സോൾമേറ്റ്. How that's deeper. അതാണ് സത്യം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം എന്താ? എപ്പോഴും ഇതുപോലെ ഹാപ്പിയായി ജോലിയായി പോവാൻ. റെസ്പെക്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ലവ്. അതെ, വാരി കോരി സ്നേഹം കൊടുക്കുന്നുണ്ട്. അത് ആരും ഞങ്ങൾ നോക്കാറില്ല. ഞാൻ അംജുക്ക് എനിക്കും വാരി കൊടുക്കാറ്. അത് ആരും എന്ത് പറയുന്ന വെച്ചിട്ടൊന്നല്ല. അസ്ലേ ബിഗ് ബോസിൽ വിടണം, അപ്പൊ കാണാം. ഇതെന്തോ കുത്തിയ പോലെ ഉണ്ടല്ലോ. എന്ത് കാണാം? അസ്ല അവിടെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാ
അന്തം വിട്ട് നിൽക്കുന്നത് ചിലപ്പോ കാണാൻ ഓരോ ആൾക്കാർക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, അതനുസരിച്ച് ആൾക്കാർ ഓരോരുത്തരും ഓരോ അതെ നമ്മളെ ക്യാരക്ടർ എന്താണോ അതായിരിക്കും ബിഗ് ബോസിൽ കാണാൻ പറ്റുക. നമ്മുടെ ക്യാരക്ടർ എന്താണോ അതിപ്പോ ഞാൻ ഏത് സ്ട്രാറ്റജി എടുത്താലും അത് എന്റെ ക്യാരക്ടർ ആയിരിക്കും അവിടേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അസല അവിടെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അതെ കാണുന്നുണ്ടായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. അത് നിങ്ങൾക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് ഒരു ഇതുമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര സംസാരിക്കുക ഒരു ഫൈറ്റ് വന്നാൽ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് കൂടുതലും സൈലൻസാ. പക്ഷെ അത് ഒരു ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയിട്ട് അങ്ങനെ സൈലൻസ് ആയി കഴിഞ്ഞാൽ ഞാൻ വാഴ എന്നുള്ള പേരായിരിക്കും എനിക്ക് വരുന്നുണ്ടായിരിക്കുക. അറിയില്ല എന്തായിരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ എന്നുള്ളത്. ഹൈ ഡിഫറൻസ് നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ആകെ 5 അടിയുള്ള 5-10 ഉണ്ടായിരിക്കും. ഞാൻ കുഞ്ഞു കുറച്ച വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചെങ്കിലും സൈസ് ഒന്നിക്കും. നേടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അസ്ലാമാർലി ഇഷ്ടം, താങ്ക് യു. അംജുകാക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? എനിക്കോ? അംജുകാക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒത്തിരി പേരുള്ള. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഗേൾ ഫ്രണ്ട്സിന് വേണ്ടൊന്നും കണ്ടിട്ടില്ല. ഫ്രണ്ട്സ് പെൺപിള്ളേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ട്. ഓക്കെ, ഇവിടെ UK-ലില്ല. അംജുക്കാർക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു പെൺകുട്ടി, അനിത എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ട്. അംജുക്കാരിങ്ങനെ ഇടയ്ക്ക് എപ്പോഴും വിളിക്കുക. അംജുക്കാരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതൊക്കെ ബോയ് ഫ്രണ്ട്സ് അല്ലേ? പിന്നെ ഒക്കെ ബോയ് ഫ്രണ്ട്സ് ആണ്. പെൺകുട്ടികളിൽ അങ്ങനെ ഒരു പെൺകുട്ടി ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളതുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഗേൾ ഫ്രണ്ട്സും ഇഷ്ടം പോലെ ഉണ്ട്, ബോയ് ഫ്രണ്ട്സും ഇഷ്ടം പോലെ ഉണ്ട്. ഗേൾ ഫ്രണ്ട്സ് ആയപ്പോൾ എൻ്റെ സ്കൂളും കോളേജിലും ഒക്കെ എൻ്റെ ആ ഫ്രണ്ട്സ് ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. കുറേ പേരൊക്കെ അങ്ങനെ പോയെങ്കിലും കുറേ പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് കൊണ്ട് നടന്നിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ബോയ്സിൽ എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെയുണ്ട്. എനിക്ക് ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു മെയിൻറ്റെയിൻ ദ കോൺടാക്ട്. നമുക്ക് കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളല്ല. നേരിട്ട് ലൈക്ക് ഐ നോ ദം വെരി വെൽ. ഞാൻ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ വിളിക്കും ഉണ്ട്. എന്നാലും പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതൽ എഫേർട്ട് ഉണ്ടായില്ലേ വിളിക്കുന്ന കാര്യം. പക്ഷെ അവരെ കോൾ കണ്ടില്ലെങ്കിൽ എനിക്കൊരു ടെൻഷൻ വരും. അവൻ്റെ എന്താ വിളിക്കാത്ത വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കും. പിന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് ആർ യു റിലീജിയസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങൾ തട്ടിടുന്നില്ല എന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ റിലീജിയസ് അന്ന് അല്ലാന്ന് വിചാരിക്കില്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസം ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും നിരീശ്വരവാദികളൊക്കെ. പിന്നെ ഞങ്ങളുടെ ഫാമിലി സത്യം പറഞ്ഞാൽ അറിയാതെ പപ്പയും മമ്മിയാണെങ്കിലും ഉപ്പയും ഉമ്മയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് എങ്ങനെയെന്ന് അറിയില്ല. അത് മാത്രല്ല അവര് സത്യം പറഞ്ഞ ഞാനൊന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പപ്പ എന്താ പറയാ ഓതി എന്താ പറയാ അതൊക്കെ ഊതും അങ്ങനെയൊക്കെയാണ് പപ്പ അങ്ങനെ വിടും. പക്ഷെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. അതേപോലെ എൻ്റെ ഉമ്മ എന്നും രാവിലെ എഴുന്നേക്കുമ്പോൾ എന്നോട് പറയുന്ന കാര്യമുള്ള ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് വേണം എഴുന്നേക്കാൻ. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇതായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ ഇതാണ് സത്യം എന്ന് പറയുന്നത്. പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവന്നിരിക്കുന്നത്. ബട്ട് നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ തലേ തട്ടുന്ന അങ്ങനെ ജഡ്ജ് ചെയ്യരുത് കേട്ടോ, ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പലതും ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ വിശ്വാസം എന്തെന്ന് പറഞ്ഞിട്ട് ബോധിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം ഇതിൽ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ഇതിൽ വിശ്വസിക്കും? നമ്മുടെ വിശ്വാസമാണ്, നമ്മളത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഹൂ ഈസ് മോർ സെൻസിറ്റീവ്? അംജുക്ക. ഞാനാ എന്ത് കാര്യത്തില്? കുറച്ചൊക്കെ നല്ല കാര്യത്തിനൊക്കെ സെൻസിറ്റീവ് ആണ് ഭാവി. നല്ല കാര്യത്തിന്? അതെ. പക്ഷെ അംജുക്കല്ലേ കൂടുതൽ സെൻസിറ്റീവ്? ഞാൻ കൂട്ടുകാരോട് കറങ്ങാൻ പോകുമ്പോ ശരിക്കും സെൻസിറ്റീവ് ആവാറില്ലേ? പടച്ചോനെ കല്ല് വെച്ച നോണ. ഞാനുണ്ടല്ലോ ഈ മനുഷ്യൻ വീട്ടിലിരിക്കുമ്പോ ഞാൻ അങ്ങോട്ട് വയ്ക്കും അംജുക്ക ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് പോകണ്ടേ ഞാൻ നിർബന്ധിച്ച് വിടുന്ന ഒരാളാണ്, അതറിയോ. ഞാൻ നിർബന്ധിച്ച് ഇടക്ക് വിളിക്കാതെ ഒക്കെ പറയുമ്പോ അംജുക്ക അവനൊന്ന് വിളിച്ചോക്ക, അംജുക്ക അവന്റെ അടുത്തൊക്കെ ഒന്ന് പോയിക്കൂടെ, അങ്ങനത്തെ ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ചില സമയത്ത് എന്നോട് ഉഡായിപ്പ് കാണിക്കും. ജോലി കഴിഞ്ഞിട്ട് ആള് ലേറ്റ് ആവുന്ന സമയം എനിക്ക് അറിയാം, ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയം അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് അംജുക്ക ഹീലയുടെ വീഡിയോസ് കണ്ടിരുന്നു? പാർട്ട്ണർ യൂട്യൂബർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇക്കാക്ക് എന്ത് തോന്നി? അംജുക്ക കണ്ടിട്ടില്ല. അംജുക്കാക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തപ്പോൾ ഇൻസ്റ്റയിൽ കുറെ ഫോളോവേഴ്സ്, യൂട്യൂബർ ആണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഞാൻ വല്ല ഇതോടൊക്കെ കാണിച്ചതൊക്കെ കണ്ട് കുത്തിയിരുന്ന് കണ്ടു. പിന്നെ ഞാൻ കുറെ ഒക്കെ വീഡിയോസ് പ്രൈവറ്റ് ആക്കി വെച്ച കുറച്ച് പേഴ്സണൽ വീഡിയോസ് ഉണ്ടായിരുന്നു, അതും ഞാൻ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അംജുക്ക കണ്ടു തുടങ്ങുന്നത്. യൂട്യൂബർ ആയ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അംജുക്ക വളരെ പേഴ്സണൽ ഒരു പ്രൈവറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരിക്കും പ്രൈവറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
പക്ഷെ എൻ്റെ ലൈഫിലോട്ട് വന്നപ്പോൾ എൻ്റെ പ്രൊഫഷൻ ഇതായത് കൊണ്ടും അതിന് സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങണം. എന്നാൽ ഞാനിപ്പോ അംജുക്കാക്ക് വേണ്ടി ഞാൻ കൂടുതലും ഇപ്പൊ പ്രൈവറ്റ് ലൈഫ് ആയേക്കുന്നത്. കാരണം ഞാൻ ഇപ്പൊ എല്ലാം ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കുറച്ചൊരു ഡീലിങ്സ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരുപാട് സന്തോഷമുള്ള ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റും കാര്യങ്ങളും വേണ്ട, സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ട. ചില കാര്യങ്ങൾ ഞങ്ങൾ മനഃപൂർവ്വം കാണിക്കാത്തതും ഷെയർ ചെയ്യാത്തതും ഇപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. അതല്ലേ മനഃപൂർവ്വം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെന്തുവാ നിങ്ങൾ ഫസ്റ്റ് ഫൈറ്റ് ആഫ്റ്റർ മാരേജ് 4ാമത്തെ ദിവസം നല്ല ഞാൻ അങ്ങനെ ഡേറ്റ് ഒന്നും ഓർക്കാറില്ല. നശിച്ച ദിവസം ഞാൻ മറക്കാറുള്ളൂ. ആദ്യം തല്ലുകൂടിയത് ഓർമ്മയുണ്ട്, ഒരു ആവശ്യമില്ലാണ്ട് തല്ലുകൂടിയതാണ്, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഡേറ്റ് ഒന്നും ഓർമ്മയുണ്ട്. യുവർ ഹസ്ബൻഡ് ഈസ് നോട്ട് ലുക്കിംഗ് ലൈക്ക് എ മലയാളി, ഇറ്റ്സ് മൈ കമന്റ്. ഓക്കെ, ശരിയാട്ടാ. താങ്ക് യു, ഐ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. എന്താണ്, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? നിങ്ങളെ രണ്ടാളെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഫസ്റ്റ് മനസ്സിൽ വന്നത് ഇതാണ്. ഐ ലവ് യു അസ്ലത്ത്, ഐ ലവ് യു ടു. അംജുക്കയാണ് കൂടുതൽ റൊമാൻറ്റിക്. എന്നേക്കാൾ ഒരു 10 മടങ്ങ് കൂടുതൽ അംജുക്കയാണ് റൊമാൻറ്റിക്. ഞാൻ റൊമാൻറ്റിക് ആണ്. ഉള്ളില് എനിക്ക് പ്രേമുണ്ടാവും, പക്ഷെ പുറത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. എനിക്ക് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റൊമാൻറ്റിക് ഒക്കെയാണ്. പിന്നെന്തുവാ, ഇത് ഇത്രയൊക്കെ മതി അല്ലേ? പിന്നെ കുറേ ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഈ ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ചോദിച്ചേക്കുന്നത് ഏറ്റവും ബേബി പ്ലാനിങ്. 2 പേർക്കും എക്സ് ഉണ്ടോ? ഞങ്ങൾക്ക് XYZ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എക്സൂല ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ മനഃപൂർവ്വം എടുക്കാതിരുന്ന പല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അത് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി ചില ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എനിക്ക് നിങ്ങൾ തന്നെ സ്നേഹത്തിനൊക്കെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേരിക്കും. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ ബൈ ബൈ. Thank you for all your questions. Who is more beauty conscious? ഞാനാ. എന്നെ എപ്പോഴും ചീത്ത പറയുന്ന ഒരു കാര്യം എന്തുവാ? ഒരുങ്ങിക്കൂടെ ആയിക്കൂടെ. എന്നിട്ട് ഞാൻ പറയാ ഞാൻ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അംജുക്ക് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ്. അംജുക്ക് ഓരോ മിനിറ്റ് കണ്ണാടി പോയി അവൻ ഭയങ്കര എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് നടക്കണ. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാ. ഒരുങ്ങാൻ എനിക്ക് ഭയങ്കര മടിയാണ്. മുടി ചെയ്യാൻ വരെ എനിക്ക് മടിയാണ്. മൊത്തത്തിൽ എനിക്ക് മടിയുള്ള ഒരാളാണ്. അംജുക്ക് എനിക്ക് ഡ്രൈവറൊക്കെ വെച്ച് ചീത്തരയും കാര്യങ്ങളൊക്കെ ആക്കുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. ബ്യൂട്ടി കോൺഷ്യസേ അല്ല, ഒരു സമയത്തായിരുന്നു, പിന്നെ അല്ലാതായി മാറി. അത്ര പോരെ ബേബി. ഓക്കെ, ടാറ്റാ, സീ യു, ബൈ ബൈ.